ഹായ് ഗൈസ്, നമ്മളിന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ സുഹാന പൊട്ടിക്കറിയുന്ന ഒരു വീഡിയോ ഒരാളുടെ കയ്യിലുണ്ട്. അത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം. ആ ഒരു വീഡിയോ പുറത്ത് വിടുകയാണെങ്കിൽ തന്നെ ഈ ബഷീർ കൊടുത്തിട്ടുള്ള എല്ലാ കംപ്ലയിൻസും തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ബഷീർ ഒന്നും കൂടെ നാണം കേടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ മുമ്പ് ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആളുകൾക്ക് ആദ്യം വേണ്ടത് നിലപാടാണ്. ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അതല്ലാതെ പേടിച്ച് പിന്മാറരുത്. അഥവാ പേടിച്ച് പിന്മാറുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വിഷയത്തെ പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വേറെ സംഭവങ്ങൾ പെരുപ്പിച്ച് പറയുകയും സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലപാടില്ലായ്മ പൂഴ്ത്തിവെക്കുകയും ചെയ്യരുത്. ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നു. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാരും ബിഗ് ബോസിന്റെ പ്രേക്ഷകരല്ല. അപ്പം ചാനൽ ഇട്ടതുകൊണ്ട് അവർക്ക് ആർക്കും അത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണ്ടത്തെ പോലെ തന്നെ സോഷ്യൽ റിലവന്റ് ഉള്ള കാര്യങ്ങളും അതും ഇതൊക്കെ തന്നെ ഇതിലിട്ടിട്ട് പോവാം. സോ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടപോലെ തന്നെ സുഹാനേനെ വീട്ടിൽ നിർത്തിയിട്ട് മഷൂറയും ബഷീറും കൂടെ ബാങ്കോക്കിലെങ്ങാനും കുറച്ച് പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയത് സോഷ്യൽ മീഡിയക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അവിടെ സുഹാന കരയുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നു, അവർ പിരിഞ്ഞു എന്ന് ഒരുപാട് പേര് പറയുന്നു. ഇവർ കേസ് കൊടുത്തതിനെ പറ്റി ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. കേസ് കൊടുത്ത കാര്യം ന്യായമാണ് എന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. പക്ഷെ വിവി ഹിയർ, പിന്നെ ആരൊക്കെയാണ്, അതുൽ വ്ളോഗ്സ്, മൂപ്പൻ, പിന്നെ കൈസ്, വേറെ ആരാ, ഷഫീന ബീവി, പിന്നെ വേറെ 6-7 ആളുകൾ എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്രയും ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ് മിസ്ലീഡിങ് തംലൈൻസ്, പിന്നെ അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ പരാതി കൊടുത്തിട്ടുള്ളത്. സോ ഇവരെല്ലാവരുടെ വീഡിയോയും കണ്ടു കാണണമെന്നില്ല. കാണാത്ത ഒരുപാട് പേരുടെ വീഡിയോ ഇനിയും ഉണ്ട്. അതിൽ കുറച്ച് പേര് അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ ആളുകൾ വന്നിരുന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച്, ബഷീർ കേസ് കൊടുത്ത വിഷയത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം ചെയ്യേണ്ട എന്ന് കരുതിയിരുന്നതാണ് ഈ നിമിഷം വരെ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് അതിന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. നിലപാടില്ലായ്മ എനിക്ക് റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ മിസ്ലീഡിംഗ് തംലൈൻസ് സംഭവം ശരിയാണ്. ബഷീർ ബാഷി പിരിഞ്ഞോ, സുഹാന കരഞ്ഞു, ഈ വക തംലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഇടുന്നുണ്ട്. സോ മിസ്ലീഡിംഗ് തംലൈൻസ് ഇടുന്നതിന്റെ പ്രധാന കാരണം തന്നെ നമുക്ക് വ്യൂസ് കിട്ടാനുള്ള കാര്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഈ തംലൈൻ കണ്ടിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് കയറുന്ന ആളുകൾ അധികം ആൾക്കാരും അതിന്റെ പോസിറ്റീവ് വശമായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി വീഡിയോ ഒരു തംലൈൻ കണ്ട് ആരും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. വീഡിയോസ് മുഴുവനായി കണ്ട് അത് വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ, റിയാക്ഷൻ ചെയ്യുന്ന ആളുടെ അഭിപ്രായമായിട്ട് യോജിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരാളുടെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാൾ പറയുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ശരിയാണ് എന്ന് ഇങ്ങോട്ട് അംഗീകരിക്കില്ല. അയാളുടെ അഭിപ്രായങ്ങളും റിയാക്ഷൻ ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായവും ഒത്തുപോകുന്ന സമയത്താണ് ആ വ്യക്തി അയാളുടെ സബ്സ്ക്രൈബർ ആവുകയും സ്ഥിരമായിട്ടുള്ള ഒരു വ്യൂവർ ആവുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത്. അതാദ്യം നിങ്ങളെ ബോധിപ്പിക്കുന്നു. പിന്നെ ഈ മിസ്ലീഡിംഗ് തംലൈൻ ഇടുന്നത് ഒരു പരിധിവരെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഏതൊക്കെയോ വീഡിയോസിനൊക്കെ തംലൈൻസ് ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ആശ്ചര്യ ചിഹ്നങ്ങളൊക്കെ കൊടുത്ത് ഇട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബഷീറും സുഹാനയും പിരിഞ്ഞു, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിരിഞ്ഞോ, അവിടെ ഒരു ഉത്തരമില്ല. അത് കാണുന്ന വ്യൂവേഴ്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശേഷം അടി ചോദിക്കുന്നുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു സുഹാന, അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. സോ സുഹാന പൊട്ടിക്കരയുന്ന വീഡിയോ ഈ പുള്ളിയുടെ കയ്യിലുണ്ട് എന്നാണ് അതിനർത്ഥം. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു സുഹാന. സോ സുഹാന പൊട്ടിക്കറിയുന്ന ഒരു വീഡിയോ ഇയാളുടെ കയ്യിലുണ്ട്. ഇയാൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അയാളുടെ ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ സുഹാന പൊട്ടിക്കറിയുന്ന വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. ഓക്കെ, അങ്ങനെയായിരിക്കും ആ ഒരു വീഡിയോ ആളുകൾ കാണുന്നത്. ഇപ്പം ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആണ്. ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു. കാരണം ബഷീർ ബാഷി ഓടി നടന്ന് കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ പൊട്ടിക്കറിയുന്ന വീഡിയോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചു കൊടുക്കുന്നത്? ഇയാൾക്കെതിരെയും കേസ് വരുമല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുക്കാം, പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നിലപാടില്ലാത്തൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പയ്യനാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടി പറ്റും. നിലപാട് ഇല്ലായ്മ തന്നെയാണ് എല്ലാ വീഡിയോസിലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ പുള്ളി സുഹാനനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഇപ്പം പ്രൈവറ്റ് ആക്കി വെച്ചിട്ടാണ് പുള്ളി ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഇട്ട വീഡിയോസ് ഇടുന്നത് വരെ പുള്ളി ആ വീഡിയോ പ്രൈവറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതിനുശേഷമാണ് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കുന്നത്. കാരണം ബഷീർ ബാഷി ഒരുപാട് പേർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോയിൽ അവരെ അനുകൂലിച്ചാണ്, അവർക്കെതിരെ നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളത്? നിങ്ങൾ പറയുന്നു സുഹാന പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്ന്. ആ വീഡിയോ എവിടെ? സുഹാന പൊട്ടിക്കറിയുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ വീഡിയോയ്ക്കകത്തൊക്കെ നിങ്ങൾ തംബ്ലെയിൻ കൊടുത്തതിനെ കുറിച്ചിട്ടും അല്ലാണ്ട് വീഡിയോയിലെ ആളുകൾ സംസാരിച്ചതിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. എവിടെയാണ് സുഹാന പൊട്ടിക്കറിയുന്നത്? നിങ്ങളുടെ 7 മിനിറ്റ് 6 സെക്കൻഡ് നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആ ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കാം, വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ്
എന്തായാലും സ്ട്രൈക്ക് കിട്ടൂലെന്ന് അറിയത്തില്ല, ഇമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% കമന്റ്സും ഈ പയ്യനെതിരെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ 2 കമന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ശേഷം അയാൾ ആരൊക്കെയാണ് കൈസിനെ, അതുലിനെ, മൂപ്പൻ ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയ്ക്ക് താഴെ അടുത്തത് നിനക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. സോ ഈ കമന്റ് ഇട്ട ആളുകൾ എല്ലാവരും തന്നെ ബഷീർ ബാഷി സുഹാന വിഷയത്തെക്കുറിച്ച് ഇയാൾ ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഉണ്ടേ നിലപാടില്ലായ്മ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ 2 നിലപാടാണ്. ഒരു വസ്ത്ര സ്വാതന്ത്ര്യമാട്ടെ, ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്, മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് മോശമാണ്. പുള്ളി ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. ജാസ്മിൻ, ആദില നൂറ, ഞാൻ അതിന് ആസ്പദമായ ഒരു കമന്റ് ഇവിടെ കൊടുക്കാം. ആദില നൂറ, ജാഷി ആശി, പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഇയാളുടെ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മറ്റ് റിയാക്ഷൻ വ്ലോഗേഴ്സ് എല്ലാവരും അവരെ വിമർശിച്ചുകൊണ്ട് ചെയ്യുന്നത് വലിയ തെറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ജാസ്മിൻ കുളിക്കാത്തത് റിലേറ്റ് ചെയ്ത് ഏതൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എന്താണ് ഇത്രമാത്രം കുറ്റം കണ്ടുപിടിക്കാനുള്ളത്? പക്ഷെ അതാ ഞാൻ പറഞ്ഞ നിലപാടില്ലായ്മ. പുള്ളി ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. ആളുകളെ വിറ്റ് റീച്ച് ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് ഇയാളും ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർ അത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തെറ്റായി തോന്നുന്നു. അങ്ങനെ തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിയാക്ഷൻ ചാനൽ പാടെ അടച്ചു പൂട്ടി വേറെ വല്ല പണിക്കും പോകണം മിസ്റ്റർ. അല്ലാതെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരി മേടിച്ച് തിന്നല്ല വേണ്ടത്. നിലപാടില്ലായ്മന്റെ ഏറ്റവും വലിയ പ്രതിച്ഛായ സബ്സ്ക്രൈബേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുക, ചെയ്ത വീഡിയോസ് മുക്കുക. ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഈ കൈസ് കലക്കാത്ത കുടുംബം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും പേടിച്ചിട്ട്, അതായത് ഞങ്ങൾ കേസ് കൊടുത്താൽ എന്താവും, അതിന്റെ പിറകെ നടക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കൈസിനെ ആരും കേസ് കൊടുക്കാത്തത്. ഇപ്പോ നമ്മുടെ ബഷീർക്ക 8ന്റെ പണി കൊടുത്തു. ബിഗ് സല്യൂട്ട്. എനിക്കിത് എന്തും പറഞ്ഞുകൊണ്ടാണ് ബഷീർ ബഷി കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മോനെ കൈസെ, ഇതാണ് കൈസിട്ട വീഡിയോ. ഓക്കെ, അതായത് 10 മിനിറ്റ് എന്തൊക്കെ പറയാൻ പറ്റുന്നു അതൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ് എന്ത് പറഞ്ഞാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന്. പോയി പണി നോക്കടാ. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഇന്നലെ ബഷീർ ബഷി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഹോ ഇവനൊന്നും പറയാതെയാണ് ഈ വീഡിയോക്ക് 10 മിനിറ്റിന്റെ സമയമായത്. അപ്പൊ നീ 10 മിനിറ്റ് വെറുതെ ഇരിക്കുകയാണോ? ഒന്നും പറയാതെയാണോ? എടാ പൊട്ട, നീ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഞങ്ങളെയാണോ? ഓക്കെ, ബാക്കി കൂടി കണ്ടു നോക്കാം. ആകെ പറയുന്ന കാര്യം എന്താണ്, സുഹാനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ ജനങ്ങളെ ബോധിപ്പിച്ചു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബഷീർ ബഷിയും ഫാമിലിയും ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന പല കാര്യങ്ങളെയും ഇവർ ന്യായീകരിക്കുന്നുണ്ട്. ആ ന്യായീകരിച്ചതിൽ പലതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ വിമർശന പരിധിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെ ഞാൻ വിമർശിച്ചു. അത്രേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ. അല്ല എന്റെ പൊന്നാര ചക്കര്, നിനക്ക് ഇഷ്ടപ്പെടണോ? അതായത് ബഷീർ ബഷി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഇഷ്ടപ്പെടണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എക്സാക്ട്ലി, നിനക്ക് ഇഷ്ടപ്പെടണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് സുഹാന പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്തത്? അവിടെ അത് നിനക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടായിരുന്നോ? ചോദിക്കുന്ന കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു കഴമ്പ് വേണം, സ്വന്തമായിട്ടൊരു നിലപാട് വേണം. പുള്ളിന്റെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സുഹാനനെ കൊണ്ടുപോയാൽ മുതലാവില്ല എന്ന് ബഷീർ പറയുന്ന ആ ഒരു ക്ലിപ്പ് വ്യക്തമായിട്ട് എടുത്തു വെച്ച് പറയുന്നുണ്ട്. എന്ത് മോശം വർത്തമാനാ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാവോ, സുഹാനനെ കൊണ്ടുപോണ്ടേ, അവരുടെ കണ്ണ് കണ്ടോ മുഖം കണ്ടോ എന്നൊക്കെ ചോദിച്ച് വ്യക്തമായിട്ട് ബഷീറിനെ അതിൽ വിമർശിക്കുക തന്നെ ചെയ്തിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് ചോദിക്കുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണോ ഇത് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം. അതാ ഞാൻ പറഞ്ഞു, നിലപാടില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുള്ളീൻ്റെ ഒരു സ്ഥായി ഭാവമാണ്, നിലപാടില്ലായ്മ. പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം, പക്ഷെ അത് വേറെ ആൾക്കാർ പറയും. ഇപ്പൊ നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ചെയ്ത വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളവർ ആ വീഡിയോക്ക് മറ്റുള്ളവർക്കെതിരെ കേസ് കിട്ടുന്നത് കണ്ട് രസിച്ച് അത് റിയാക്ഷൻ വീഡിയോ ആക്കി വിറ്റ് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും നീ അത് തന്നെ, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത് റീച്ച് തന്നെ, അല്ലാതെ ഞാൻ പറയുന്നില്ല, റീച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് നിലപാട്, വ്യക്തമായ കാര്യങ്ങൾക്ക് വ്യക്തമായ നിലപാടാണ്. ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് അംഗീകരിച്ച് തരാൻ പറ്റുന്ന ആളുകൾ മാത്രം അത് അംഗീകരിച്ച് തന്നാൽ മതി. അല്ലാതെ ഇങ്ങനെ നിലപാടില്ലാത്ത ഒരു ചീപ്പ് ഷോ ഞാൻ ചെയ്യില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ വിമർശിക്കുന്നത്? പൊന്നാര മക്കളെ, ഒരു 10 മിനിറ്റ് എന്തൊക്കെയോ ബഷീർ ബഷിയെ കുറിച്ച്, ബഷീർ ബഷിയുടെ ഫാമിലിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഇവൻ ചർച്ച ചെയ്ത് ഇവരുടെ പച്ച ഇറച്ചി തിന്നതിന് ശേഷം ഇവനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് ഇവൻ അറിയുമ്പോൾ ഇവനൊരു ഈ വീഡിയോയുമായി വന്നത്, അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ആണെങ്കിൽ, അതായത് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പച്ചയിറച്ചി തിന്നെ നീ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളുടെ മാംസവും പുഴുങ്ങിയാണോ തിന്നുന്നത്? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചതാ. പുള്ളിയുടെ കണ്ടന്റ് ആദില നൂറ, പിന്നെ ആശി ജാസി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ പച്ച ഇറച്ചി തന്നെയല്ലേ നീയും തിന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് വ്യത്യസ്തമായി പുഴുങ്ങിയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സാധനങ്ങൾക്കാണോ നീ നെഗറ്റീവ് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്? അതേപോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അയാൾ റിയാക്ഷൻ ചെയ്യും, പ്രതികരിക്കും. നീ പ്രതികരിച്ച അതേ കാര്യത്തിന് വേണ്ടി തന്നെയാണ് മറ്റുള്ളവരും പ്രതികരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇയാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വിവി ഹിയർ, കൈസ്, ഞാൻ ആ ടൈം കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് മനസ്സിലായതാണ് എല്ലാവരും വീഡിയോ ഇട്ടിട്ടുള്ളത്.
എന്നിട്ടാണ് ഇവൻ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്ത വീഡിയോ നീ പ്രൈവറ്റ് ആക്കി വെക്കാതെ പബ്ലിക് ആക്കി വെക്കും മോനെ. ആളുകളത് കാണട്ടെ, എന്നിട്ട് നീ ഇതിനെ രണ്ടു വിധം പറ. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോ പബ്ലിക് ആക്കി വെക്ക്. പബ്ലിക് ആക്കിയാൽ എങ്ങനെയാണ് ബഷീർ ബാഷിന്റെ ഈ ഒരു വിഷയം കണ്ടന്റ് ആക്കി ഇടുന്നത്, ബാക്കിയുള്ള ആളുകളെ വിമർശിക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ ആരാണ് പറഞ്ഞത്? നിന്റെ തംബ്ലൈനിൽ തന്നെ നീ പറഞ്ഞ കാര്യം ഇല്ലാത്തതാണ്, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സുഹാന പൊട്ടിക്കരയുന്ന വീഡിയോ നിന്റെ ആ ഒരു വീഡിയോക്കകത്ത് ആ 7 മിനിറ്റ് 6 സെക്കൻഡ് നേരത്തെ വീഡിയോയിൽ എവിടെയെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഹാന എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നീയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും തംബ്ലൈൻ വെച്ചിട്ട് മിസ്ലീഡ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ആദില നൂറ മുലയുടെ അളവ് കാണിച്ചു എന്ന് പറഞ്ഞ് നീ തംബ്ലൈൻ കൊടുത്തു. നിന്റെ ആ വീഡിയോക്കകത്ത് മുഴുവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആദില നൂറാന്റെ മുലേന്റെ അളവ് നീ കാണിച്ചോ? ഇല്ലല്ലോ. നിലപാടില്ലാത്തതിന്റെ പ്രതിച്ഛായ. ബഷീർ ബഷി നിനക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന കഴിവ് നിനക്ക് വേണം. ഓക്കെ, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ ചെയ്തതല്ല, എന്നെ ഒഴിവാക്കുന്നു പറഞ്ഞ് മാപ്പല്ല ചോദിക്കേണ്ടത്. ഓക്കെ, ആണാണെങ്കിൽ കേസ് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ നീ ആണല്ലേ? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഈ സ്വന്തം വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ വിമർശിക്കുന്നത്. അപ്പൊ ആണാണ്, നീ പറയുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു? എന്തുകൊണ്ട് വന്നു? ആ വീഡിയോ കണ്ട ആളുകൾ ഇവരുടെ ഈ വീഡിയോക്കകത്ത് വന്ന് കമന്റ് ഇടുന്നുണ്ട്. നീ ഈ വീഡിയോ ചെയ്തതല്ലേ, പിന്നെ നീ എന്തിനാ വിമർശിക്കുന്നത്? അടുത്ത് നിനക്ക് കിട്ടുന്ന ഇഷ്ടം പോലെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. ഇവന്റെ വീഡിയോ കണ്ട ആളുകൾ. അവൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുക. സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോഴും കൂടെ നോക്കിയിട്ടുള്ള ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചേക്കുക. എന്നിട്ടാണ് ഇവർ മറ്റുള്ളവരുടെ ആണത്തം ചകഞ്ഞ് പരിശോധിക്കാൻ നടക്കുന്നത്. അതിനുശേഷം ഷെഫീന ബീവി, പിന്നെ മറ്റേ ചങ്ങായി, അവരാണ് ആദ്യം ഈ വീഡിയോ ഇടുന്നത്. അതിനുശേഷമാണ് എല്ലാവരും ഇതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പൊ ഏതായാലും ഈ എല്ലാവരും വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞില്ല, ആ എല്ലാവരിലും ഇയാളും പെടും. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോ, ആ എല്ലാവരിലും ഇയാളും പെടുന്നുണ്ട്. ചിരി വരുന്നുണ്ട്. അതായത് അതിലുള്ള തംബ്നെയില് ഒന്നും കൂടി ഞാൻ വായിച്ചുതരാം. അതിലിട്ട തംബ്നെയില് ബഷീർ ബാഷി വൈഫിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. അതൊക്കെ തെറ്റല്ലേ? റിയാക്ഷൻ ആകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും തംബ്നെയിൽ ഇട്ടൂടെ? ഓക്കെ, അതൊക്കെ തെറ്റ് തന്നെയാണ്. ഓക്കെ, സമ്മതിച്ചു. തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ കുറിച്ച് ആലോചിക്കാതെ ആ ഒരു സെൻസിലെടുക്കുന്ന ആളുകളുണ്ടാവും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഹാന രംഗത്ത് എന്ന് പറയുന്നത് തെറ്റ് തന്നെയല്ലേ? സുഹാന എവിടെയാണ് പൊട്ടിക്കരഞ്ഞത്? നീ എവിടെയാണ് പൊട്ടിക്കരയുന്നത് കണ്ടത്? അപ്പോൾ ഈ വീഡിയോ, ഇവരുടെ ഇഷ്യൂ കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നുമല്ല സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് അതൊരു ഡൗട്ടാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചിട്ടാണ്. അതിലൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ മൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ബൈ. ഡൗട്ട്, നീ പറഞ്ഞത് ഡൗട്ട് അല്ലേ? എന്റെ വീഡിയോ കാണുന്നത് ഒരു 300 പേരാണെങ്കിലും ദയവ് ചെയ്ത് ആ 300 ആളുകളിൽ ഇയാളുടെ വീഡിയോ കണ്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇയാളുടെ നിലപാടില്ലായ്മയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ ഇയാൾ ഡൗട്ട് മാത്രമാണ് പറഞ്ഞത്. സുഹാനന്റെ കണ്ണ് കണ്ടോ, അതായത് സുഹാനന്റെ ഫേസിൽ അയാൾ സ്ത്രീക്ക് വിഷമമുണ്ട് എന്നും മഷൂറേനെ കൊണ്ടുപോയത് തെറ്റായി എന്നും പോകുന്ന സമയത്ത് സുഹാനേനും കൂടെ കൊണ്ടുപോകാമായിരുന്നു എന്നും മുതലാവില്ല എന്ന് ബഷീർ പറഞ്ഞ ആ ഒരു കാര്യത്തെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് വിമർശിക്കുകയും ചെയ്ത ഒരാളാണ് പറയുന്നത്. ഞാൻ ചോദിച്ചത് ഡൗട്ടാണ് എന്ന്. പേടി, ഇവനെതിരെയും കേസ് വരുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഇവൻ ആ വീഡിയോ ഇപ്പൊ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. കാരണം വിവി ഹിയർ എന്ന് പറയുന്ന വ്യക്തി അവരെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ തംബ്ലൈൻ മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ബഷീർ പറഞ്ഞതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളെ ബഷീർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കാര്യം ബഷീർ പൊക്കിയാൽ ഇവന് പാരയാണെന്ന് ഇവൻ അറിയാം. അതുകൊണ്ടാണ് വീഡിയോ പ്രൈവറ്റ് ആക്കി മുക്കി വെച്ചിട്ടുള്ളത്. ഞാൻ എന്റെ വീഡിയോ കാണുന്ന ആളുകളോടാണ് പറയുന്നത്, മറ്റുള്ളവരെ വിമർശിച്ച ഒരു വിഷയത്തിൽ നമ്മളും നമ്മുടെ വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിമർശനം മുക്കി മറ്റുള്ള ആളുകളുടെ ആ ഒരു വിമർശനത്തിനെ വിമർശിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശവും നമുക്കില്ല. മനസ്സിലായോ? കാരണം നമ്മൾ വിമർശിച്ച അതേ കാര്യം തന്നെയാണ് അവരും വിമർശിക്കുന്നത്. അല്ലെങ്കിൽ അവർ വിമർശിച്ച അതേ കാര്യത്തിൽ നമ്മൾ വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ആളായി അവരെ കുറ്റം പറയാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യത നമുക്കില്ല. അവിടെ നമ്മുടെ നിലപാടില്ലായ്മയാണ് വ്യക്തമായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനോട് മാപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എനിക്ക് ഖേദമുണ്ട്, ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് ഖേദം പ്രകടിപ്പിക്കാം. അല്ലാതെ മറ്റുള്ളവർ വിമർശിക്കുന്ന അതേ കണ്ടന്റ് എടുത്തു വെച്ച് നമ്മളെ വിമർശിച്ചിട്ട് ഇപ്പൊ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ച് ബാക്കിയുള്ളവർ വിമർശിച്ചത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെക്കിട്ട് കയറി അവരെ ചൊറിഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് അത്ര നല്ല പരിപാടിയില്ല. നിലപാടില്ലായ്മ, സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക, ചതിക്കുക, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല. ഇനി ഇയാൾക്കെതിരെ കേസ് കൊടുക്കാത്തതിന് വിഷമിച്ച് പറയുകയാണെന്നും പറയരുത്. ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്നും ഞാൻ എവിടെ അവകാശപ്പെടുന്നില്ല. പക്ഷെ ബഷീർ ബാഷീരെ സുഹാന കരഞ്ഞു എന്ന് പറഞ്ഞ് മിസ്ലീഡിംഗ് കംപ്ലൈന്റ് കൊടുത്ത് ആ വീഡിയോയ്ക്കകത്ത് മഷൂറേനെ താത്തിക്കെട്ടി സുഹാനേനെ പൊക്കി പറഞ്ഞ് ബഷീറിന്റെ ചെയ്തികളെ വിമർശിച്ച ഇയാൾക്ക് ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഒരാളെയും വിമർശിക്കാനുള്ള റൈറ്റോ ആ വിമർശനത്തിൽ സന്തോഷിക്കാനുള്ള അവകാശമോ ഇല്ല എന്ന് മാത്രം നിങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.